കുട്ടികളെ ഇത് ഏകദേശം ഒരു 2 താറാവ് ഉണ്ട് കേട്ടോ. അതിലൊരു 6-7 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, ഉപ്പും നന്നായിട്ട്, വെള്ളമൊന്നും ഒഴിക്കരുത്, നന്നായിട്ട് ഇളക്കി നമുക്കൊരു വിസിലും കുറഞ്ഞ തീയിൽ ഒരു വിസിൽ വന്നിട്ട് കുറച്ചിട്ടിട്ട് ഏകദേശം ഒരു 7 മിനിറ്റ് അത് മതിയാവും. 5, 6, 7 മിനിറ്റ്. അതിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് ചേർത്തത് നല്ല കട്ടി തേങ്ങാപ്പാൽ. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഈ താറാവിൻ്റെ ഒരു മുഷിക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു കൂട്ടിൽ നിങ്ങൾ ചെയ്ത് നോക്കിയോ, താറാവിൻ്റെ ഒരു ഇഷ്ടമില്ലാത്ത ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് സവാളയും കുറച്ച് കൊച്ചുള്ളി, തേങ്ങാക്കൊത്തും വേപ്പിലയും മാത്രം മതി. കാരണം ഓൾറെഡി നമുക്ക് എരിവിനുള്ള പച്ചമുളക് നമ്മൾ ചേർത്തത് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് അവസാനം നെയ്യിൽ വറുത്തിരിക്കുന്നതിന് അങ്ങനെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം നല്ല വെളിച്ചെണ്ണയിൽ കുറച്ചൊന്ന് വറുത്ത്, ഒരുപാട് മൊരിയിച്ച് കളയരുത് തേങ്ങാക്കൊത്ത്. എന്നിട്ട് ഈ സവാളയെ ഉള്ളിയിട്ട്, സവാള മാത്രമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ല ഉള്ളി മാത്രമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇത് നമ്മൾ ഈ പോർക്കൊക്കെ വെക്കാനും ഇങ്ങനെയൊക്കെ തന്നെ പോർക്ക് വേവിക്കാൻ പറ്റും. ഈ മുഷിക്ക് മണമൊക്കെ മാറിക്കിട്ടും. നല്ല ആവശ്യത്തിൽ കൂടുതൽ ഒരു 3 സ്പൂണോളം കുരുമുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. കാരണം ഈ 3 സ്പൂൺ ഞാനിപ്പോൾ പറയാൻ കാരണം എനിക്കൊരു സ്പൂൺ കുറവ് തോന്നിയായിരുന്നു. അപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ, ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, അതിന് തൊട്ട് താഴെ 3 സ്പൂൺ ഗരം മസാല പൊടി. മനസ്സിലായല്ലോ? അതായത് 3 സ്പൂൺ കുരുമുളക് പൊടി, 3 സ്പൂൺ ഗരം മസാല പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി. എന്നാലും നല്ല കറുകറുത്തിരിക്കത്തുള്ളൂ. മുളക് പൊടി ആ ഒരു കളർ ടാലി ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ശരിക്കും കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ വേണ്ടത് കേട്ടോ. പിന്നെ എന്താണ്, നന്നായിട്ട് കറാന്ന് പറഞ്ഞ് മൊരിയിച്ചെടുക്കണം. അതായത് ഇങ്ങനെ കറുത്ത് നന്നായിട്ട് മൊരിഞ്ഞെടുത്തിട്ട് വേണം ഈ താറാവിൻ്റെ, നമ്മൾ വെള്ളം ഒഴിക്കാഞ്ഞിട്ട് പോലും കണ്ടോ, ആകെ ഒരു 3/4 ഗ്ലാസ് ഓളം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കുറുകിയെടുക്കണം. ഈ വെള്ളം ഒരു മീഡിയം ഒരു 75% പറ്റിക്കഴിയുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അടിച്ചിട്ട് ലാസ്റ്റ് ഇറക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് അതും കൂടി ഒഴിച്ചിട്ട് അതും കൂടി തിളച്ചൊന്ന് കുറുകണം. അപ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലായിരിക്കും താറാവ് കറി. അതായത് നമുക്ക് പുട്ടിനോ അപ്പത്തിനോ ചോറിനോ കഴിക്കാം. ശരിക്കും എരിവ് വേണം. പിന്നെ ഞാൻ ആ പറഞ്ഞ അരച്ച് ചേർക്കുന്നതും തേങ്ങാപ്പാലിലായിരിക്കണം താറാവ് വേവിക്കേണ്ടതും. അപ്പോൾ ഈ മുഷിക്ക് മണവും ഉണ്ടാവില്ല, മുഷിക്ക് ടേസ്റ്റും ഉണ്ടാവില്ല. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. താറാവാണെന്ന് പറഞ്ഞ് ആരും മനസ്സിലാക്കത്ത് പോലുമില്ല. വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ നെയ്യ് ഇട്ടോ, 2 പച്ചമുളക് കീറിയതും കുറച്ച് വേപ്പില അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 2 സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ഇട്ടോട്ടോ, അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് ഈ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്താലും ഇട്ടാൽ മതി. ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ, അടിപൊളിയായിരിക്കും കേട്ടോ.